പോളയും മാലിന്യവും നിറഞ്ഞ ഒഴുക്ക് നിലച്ച തലയോലപ്പറമ്പ് 11-ാം വാർഡിലെ തോട് സ്വന്തം JCBയുമായി ഇറങ്ങി വൃത്തിയാക്കി തലയോലപ്പറമ്പ് കൊട്ടാങ്കലം വീട്ടിൽ ശ്രീജിത്ത്. തോട് പോളകൾ ചീഞ്ഞു നാറിയും വേസ്റ്റ് വലിച്ചെറിഞ്ഞും ഉപയോഗശൂന്യമായിരുന്നു. മാലിന്യം അടിഞ്ഞ് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറ്റാനാവാതെ ജീവനോപാധി തന്നെ വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കർഷകർ. മാറി മാറി വരുന്ന സർക്കാരുകളും പഞ്ചായത്തും തോട് ശുചീകരണത്തിന്റെ പേരിൽ വർഷാവർഷം കോടികളാണ് ഖജനാവിൽ നിന്ന് ഒഴുക്കിവിടുന്നത്. എന്നാൽ കടലാസിൽ മാത്രം തിളങ്ങുന്ന ഈ പദ്ധതികളുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ് നാട്ടുകാരുടെ ദുരിതം തിരിച്ചറിഞ്ഞ് ശ്രീജിത്ത് മുന്നോട്ട് വന്നത്. ധനനഷ്ടം പോലും നോക്കാതെ ശ്രീജിത്ത് മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്ത് തോട്ടിലെ പോളയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഒടുവിൽ മാലിന്യം മൂടിക്കിടന്ന തോട്ടിലൂടെ വീണ്ടും തെളിനീരൊഴുകി. തലയോലപ്പറമ്പിന്റെ ഹൃദയഭാഗം വഴിയുള്ള നാഡീ സ്പന്ദനമാണ്. തലയോലപ്പറമ്പ് പുത്തൻതോടാണിത്. ഇതിപ്പോൾ എല്ലാ വർഷവും 2 കൊല്ലം 8 ലക്ഷം രൂപ തെളിച്ചതാണ്. അപ്പോൾ അധികാരികളുടെ നോട്ടക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇത് കാട് കയറി കിടക്കുകയാണ്. വെള്ളം ഒഴുകുന്നില്ല. കൃഷി ഇവിടുത്തെ വാഴകൃഷിയുണ്ട്, അതൊക്കെ നശിച്ചുപോയി. ഇപ്പോൾ വെള്ളം പൊക്കി വന്നിട്ടാണ് വേസ്റ്റ് ഉൾപ്പെടെ ചാക്ക് കെട്ടുകയാണെങ്കിൽ തുണിയും വേസ്റ്റ് എല്ലാം നാട്ടുകാരും ജനങ്ങളും വേസ്റ്റാണ് മൊത്തം തോട്ടിട്ടിടുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു രീതിയിലും ഇവിടെ ഉൾനാടൻ മത്സ്യകൃഷിക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്. ഈ തോടിന് ഇപ്പുറത്തേക്ക് ഏക്കർ കണക്കിന് ആയിരക്കണക്കിന് പാടശേഖരങ്ങൾ കിടക്കുവാണ്. ആലങ്കേരി, കോളത്താറ്, നടുക്കരി, അങ്ങനെ പല ഭാഗങ്ങൾ. കനാല് എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് തോടാണ്. അത് ഞങ്ങൾ ഇവിടെ ഒരുപാട് മണൽ വെള്ളം എല്ലാം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം നിന്ന് ഇപ്പോൾ വേസ്റ്റുകളാണ് മൊത്തം. ആൾക്കാരെല്ലാവരും ഇതിനകത്താണ് വേസ്റ്റ് കൊണ്ടിട്ടുന്നത്. അപ്പോൾ പിന്നെ പോളയും പിടിച്ച് ഇത് വർഷങ്ങളായിട്ട് തെളിക്കാൻ പറയുന്നത്, നമ്മൾ പഞ്ചായത്തിൽ പറയും തെളിക്കാൻ പറയും, അവർ തെളിക്കത്തില്ല. അതങ്ങനെ തന്നെ വേസ്റ്റ് ഇട്ട് കിടക്കുക. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും ഈ ശ്രീജിത്ത് വണ്ടിയായിട്ട് വന്ന് തെളിച്ചുകൊണ്ടിരിക്കുക.